ഹലോ ഗൈസ്, നമ്മളിലെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ കുറച്ച് ദൂരേക്ക് ഇങ്ങോട്ട് പോന്നു കാർ എടുത്തിട്ട്. എന്നിട്ട് ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ഇനി ഇതിലൊക്കെ ഇങ്ങനെ നടക്കാം. കുറേ നിരന്ന സ്ഥലം കണ്ടു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നല്ല രസമുള്ള ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇന്ന് കുട എടുത്തതാ. മഴ തുള്ളിയിടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട എടുത്തതാ. പെയ്താലും ഇല്ലെങ്കിലും ഒരു കൂട്ടിന്. സ്ഥലം രസമുണ്ടോ? അവിടെ ഒരു ലേക്കൊക്കെ കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളാ കുന്നിന്റെ മുകളിൽ പോവുണ്ടോ? അവിടെ എന്തോ വീട് പോലെ എന്തോ കാണുന്നുണ്ട്. പോയി നോക്കാം അല്ലേ? ഈ മല കയറി നമ്മൾ പോയി നോക്കും. അപ്പൊ അവിടെ നമുക്ക് ഫുൾ വ്യൂ കിട്ടും. ഹേ ക്യാ ബോൽത്തി തൂ? ഹേ അമ്മോ, അതെന്തേന്നു? നോക്കട്ടെ. REMO. ബാക്കിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് മല. കതച്ചു. അടിപൊളി. ഇനി മുന്നേക്ക് കയറാം. കറക്റ്റ് ഇതാട്ടോ അവസ്ഥ. ഇതെടുത്തത് നന്നായി. കുറേ ആൾക്കാരൊക്കെ വേണ്ടിയിരുന്നുല്ലേ? നമ്മൾ രണ്ടാളും മാത്രമല്ലാതെ കുറേ ഫ്രണ്ട്സൊക്കെ. Hey friends, my dear friends, I miss you all. മുത്തിയമ്മ എന്താ അങ്ങട്ടാ? കുഞ്ഞു കയറാൻ പോവാ. ഗൈസ്, കയറി നമ്മള് മുകളിലെത്തി. ഇവിടെ എന്തൊക്കെ ഒരു കെട്ടിടമൊക്കെ കാണുന്നുണ്ട്. നോക്കാം. ആക്ച്വലി ഇവിടെ നിന്നാല് നമുക്ക് അങ്ങനെ നൈസ്. ഗൈസ്, ദിസ് ഈസ് ആൻ ഓപ്പൺ സ്റ്റേജ്. ഇവിടെ എല്ലാവർക്കും ഇരുന്നിട്ട് അങ്ങനെ പരിപാടിയൊക്കെ കാണാം. ഇത് ശരിക്കും നമ്മൾ IIM പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഓപ്പൺ സ്റ്റേജ്. കോഴിക്കോട്. ഇവിടൊക്കെ നിറയെ ആൾക്കാർക്ക് ഇരിക്കാമല്ലോ. ഒരുപാട് പേരൊക്കെ ഉള്ളൂല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം ആൾക്കാർക്ക് ഇരിക്കാം. പ്രകൃതിയിലൊരു ഓപ്പൺ സ്റ്റേജ് അല്ലേ? കണ്ടോ, ഇതാ ഇവിടെ സ്റ്റേജ്, ഇവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു റിവർ അല്ലല്ലോ, ലേക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ വ്യൂ. കുറേ പേരൊക്കെ വരുന്നുണ്ടേ, കുടുംബത്തോടൊപ്പം വരുന്ന കണ്ടോ. ഇവിടെ ഇരുന്ന് നോക്കാം. താഴോട്ട് പോകാൻ ഞാൻ മതിയെന്ന് ഉരുണ്ട്. പിന്നെ ബാ ഇരിക്ക. ഞാൻ ഇരുന്നു. എന്താ രസം.
വൈബ് ബ്രോ, വൈബ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നമുക്കിനി മുന്നോട്ട് പോവാം. ഏത് വഴിക്കാ? അവിടെ ഒരു കാട്ടിലേക്കുള്ള വഴിയുണ്ട്. ഇവിടെ ട്രെയിന് പോണ സ്ഥലമാണ് തോന്നുന്നു. ഇപ്പൊ അതിലല്ലേ സർവീസ് ഇല്ല? കാട് പിടിച്ചണല്ലോ. എന്ത് ട്രെയിനാ പറ? കുട്ടികൾക്ക് പോകാൻ വേണ്ടിയില്ല, ചെറിയ സമ്മറിൽ മാത്രമേ അത് ഓടുള്ളൂ. ഓക്കെ, അടിപൊളി. എന്തായാലും ഈ ഏരിയ നല്ല ഭംഗിയുണ്ട്. നമുക്കിനി അങ്ങനെ പോവാം. ആ വിൻറ്റേജ് ട്രെയിന് മെയ് തൊട്ടിട്ട് ഇതിൽ ഓടുന്നുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്മറിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇവർ വെച്ചതാ. അപ്പോൾ ആ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വരുന്നുണ്ടോ നോക്കാം. ഇൻ കേസ് വന്നാൽ നമുക്ക് കാണാമല്ലോ. നമ്മളെ ട്രെയിൻ വരുന്നുണ്ട്. വാ, അടിപൊളി. നമുക്കൊന്ന് കാണാട്ടോ. അതാ വരുന്നു. അടിപൊളി അടിപൊളി. നമ്മളെ വിൻറ്റേജ് ട്രെയിൻ അതാ വരുന്നു. നമുക്കൊരു നോട്ടം കാണാം. ഓ, ഭയങ്കര പഴയതാണല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ പോയതാവും. ഞാൻ പറഞ്ഞില്ലേ. നല്ല രസമുണ്ടല്ലോ. ഭയങ്കര പഴയതാണല്ലോ. എല്ലാരും ടാറ്റ. ബ്യൂട്ടിഫുൾ. ഞാൻ നല്ല രസമുണ്ട്. അത് പഴയ ഒരു ട്രെയിന്. നമ്മള് ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോ ട്രാമൊക്കെ കാണുമ്പോ, പക്ഷെ ഇത്ര ഒരു പഴയ ഒരു ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുകയൊക്കെ ഉള്ള വണ്ടിയില്ലേ. നമ്മള് പണ്ട് കൂക്കൂല ഇങ്ങനെ പറഞ്ഞിട്ട് അതേ സൗണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് ആ ട്രെയിനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് എപ്പോഴാ വരിക? നല്ല രസമുണ്ട്. എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇനി പോണത് ആ കുന്നിന്റെ മുകളിലേക്കാണ്. അതിന്റെ മുകളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങോട്ട് നടന്നു പോവാം. അയ്യോ, ഇവിടെ സ്റ്റെപ്പൊന്നുമില്ലല്ലേ? സ്റ്റെപ്പില്ല, ജസ്റ്റ് വലിഞ്ഞ് കയറി പോകാം. ആ കാണുന്നതാണ് വഴി. മുകളിലേക്ക് പോയി നോക്കാം. എന്താ ഇവിടുത്തെ ആകാശം കാണാൻ രസം അറിയോ? ഇവിടുത്തെ ആകാശമൊക്കെ ഇവിടെ മലിനീകരണം കുറവായതുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ആണ് ഉണ്ടാവുക. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം.
ഇതെന്തോ ആർട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ വിൻ്ററിൽ ഇതിൻ്റെ ഉള്ളിൽ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇത് ഇവിടെ ഏതാ വിൻ്റർ സമയത്ത് ഇവിടെ കത്തിക്കാനൊക്കെ ഉണ്ട്. ഇതിൽ നടക്കുകയും ചെയ്യാം. ഇരിക്കാനുള്ള പ്ലേസ് ഉണ്ടടാ. ഇത് സൈക്കിള് പോണ വഴിയാട്ടോ. ഇതാ ഇവിടെ എഴുതി വെച്ചാണ്. ഓ, നമുക്കിതിൽ ഇറങ്ങാല്ലേ? നമുക്കിന്ന് അതിൽ ഇറങ്ങാട്ടോ. വ്യൂ ഇവിടുന്ന് നോക്കാം അങ്ങോട്ടൊക്കെ. ദൂരേക്ക് കാണാം. അങ്ങോട്ടൊക്കെ പുല്ല. ഇതിലെന്റെ മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഇതിലെങ്ങനെ ഇറങ്ങി വന്ന് ഇനി താഴോട്ട് അങ്ങോട്ടതാ വഴി, അതിലേ പോവാം. നമ്മളിതാ തിരിച്ച് നടക്കുക. ആദ്യം വന്ന് അതേ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടുന്ന് ആ ആംഫി തിയേറ്ററിൻ്റെ അതിലൂടെ വീണ്ടും ആ മല ഇറങ്ങി നമ്മൾ കാറെടുത്ത് നിർത്തിയിട്ട് അവിടേക്ക് പോവും. കൊത്തുവോ? ചിലപ്പോ നമ്മളെ ഓടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളതിനെ ഉപദ്രവിച്ചാലല്ലേ. ഉപദ്രവിക്കണമെന്നില്ല, അതിന് തോന്നിയാൽ മതി നമ്മളെ ആക്രമിക്കാൻ. അമ്മേ ഇതാ പറഞ്ഞേ, എന്താ ഷോ ആണോ? അമ്മേ എങ്ങോട്ടാണോ ഗൈസ്? ഓ മൈ ഗോഡ്, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ വന്ന ഷോ ആണ്. ഷോ ഓ. ഇത്രയും ക്യാപ്ചർ ചെയ്തു.